ജ്യോതിശാസ്ത്രപ്രകാരം നക്ഷത്രങ്ങളെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു: ദേവഗണം, മനുഷ്യഗണം, അസുരഗണം. ഇതിൽ അസുരഗണത്തെക്കുറിച്ച് ഈ വീഡിയോയിൽ നോക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം അസുരഗണം എന്നത് ജന്മനക്ഷത്രങ്ങളെ അടിസ്ഥാനമാക്കി വ്യക്തിയുടെ സ്വഭാവം, ചിന്താോദ്ദേശം, ആചാരങ്ങൾ എന്നിവ നിശ്ചയിക്കുന്ന ഒരു ഘടകമാണ്. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉള്ളവരുടെ പ്രധാന പ്രത്യേകതകൾ: ഇവർ കഠിനവും ശക്തവുമായ തീരുമാനങ്ങൾ എടുക്കുന്നവരായിരിക്കും. ഇവർക്ക് അഹങ്കാരം, ആഗ്രഹം, സ്വാർത്ഥത എന്നീ ഗുണങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു. ഇവർ ആത്മവിശ്വാസമുള്ളവരായും ശക്തമായ തീരുമാനങ്ങൾ എടുക്കുന്നവരായും ഉറച്ച മനസ്സുള്ളവരുമായി പറയുന്നു. എന്നാൽ ഇത്തരം വ്യക്തികൾ ഒരിക്കലും മോശം സ്വഭാവമുള്ള ആളുകളായിരിക്കുകയില്ല. ഉറച്ച മനസ്സും ശക്തമായ ഇച്ഛാശക്തിയും സ്വതന്ത്രമായ ചിന്താഗതിയും തന്നോട് എതിർക്കുന്നവരോട് ശക്തമായി പ്രതികരിക്കുന്ന സ്വഭാവ രീതിയും ഇവർക്കുണ്ടാകും. മറുപടി പറയാൻ മടിക്കാത്തവരാണ്. തന്നോടൊപ്പം നിൽക്കുന്നവർക്കായി എന്തും ചെയ്യുന്ന സ്വഭാവ ഗുണവും ഇവർക്കുണ്ടാകും. ചെറിയ രീതിയിൽ അഹങ്കാരവും സ്വാർത്ഥതയും കഠിനതയും ഇവർക്ക് കൂടുതലായിരിക്കും. എളുപ്പത്തിൽ കോപം വരുന്നവരായും സഹിഷ്ണുത കുറഞ്ഞവരായും കാണപ്പെടുന്നു. അസുരഗണത്തിൽപ്പെട്ടവർ അതിപ്രഭാവശാലികളായിരിക്കും. തങ്ങളുടെ ലക്ഷ്യത്തെ നേടാനായി അവർ ഏതറ്റം വരെയും പോകുന്നു. ശരിയായ ദിശയിൽ എത്താൻ കഴിഞ്ഞാൽ ഇവർ സമൂഹത്തിന് വലിയ രീതിയിലുള്ള സംഭാവനകൾ നൽകുന്നവരായി കാണപ്പെടുന്നു. കഠിനമായ നിലപാടുകളും മനസ്സിലാക്കാനാകാത്ത ശൈലികളും ഇവരുടെ പ്രത്യേകതകളാണ്. എന്നാൽ ചിലപ്പോഴൊക്കെ ഇത്തരം ചിന്താഗതികൾ ഇവരെ പ്രശ്നത്തിലേക്കും കൊണ്ടുവന്നെത്തിക്കുന്നു. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നോക്കാം. ഇവർക്ക് ശക്തമായ ഇച്ഛാശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകും. അസുരഗണത്തിൽപ്പെട്ടവർക്ക് ഒരു ലക്ഷ്യമുണ്ടാകുമ്പോൾ അതിലേക്ക് പാഞ്ഞെടുക്കാനുള്ള ശക്തമായ ആഗ്രഹവും ആത്മവിശ്വാസവും ഉണ്ടായിരിക്കും. ഇവർ ലക്ഷ്യങ്ങൾക്കായി കഠിനമായി പരിശ്രമിക്കുകയും ദാരുണമായ സാഹചര്യങ്ങളിൽ മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നേതൃത്വ ഗുണമുള്ളവരായിരിക്കും. ഇവർ സ്വാഭാവികമായി ആധിപത്യം പുലർത്താൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഒരു ടീം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ ആധാരമായി മാറാൻ ഇവർക്ക് കഴിയും. നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനും മറ്റുള്ളവരെ നയിക്കാനും ഇവർക്ക് കഴിയുന്നു. ശക്തമായ നിലപാടുകളുള്ളവരായിരിക്കും. ആഗ്രഹപൂർണ്ണരും അംബീഷ്യസുമായിട്ടുള്ള ആളുകളായിരിക്കും ഇവർ. അസുരഗണത്തിൽപ്പെട്ടവർക്ക് വലിയ സ്വപ്നങ്ങൾ ഉണ്ടാകും. സമ്പത്ത്, പദവി, വിജയം എന്നിവ ഇവരുടെ ലക്ഷ്യങ്ങളായിരിക്കും. ഇതിനായി ഇവർ ആസൂത്രിതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. കാർത്തിക നക്ഷത്രം അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ദ്വിഗണ സ്വഭാവമുള്ളവരായും കാണപ്പെടുന്നു. അതായത് ചില കാലങ്ങളിൽ ദേവഗണത്തിന്റെയും ചില കാലങ്ങളിൽ അസുരഗണത്തിന്റെയും കീഴിൽ ഉൾപ്പെടുന്നതായി കാണപ്പെടുന്നു. പല വിദ്യാശാഖകളിലും ഇത് അസുരഗണമായി തന്നെ പരിഗണിക്കപ്പെടുന്നു. വ്യക്തിത്വവും കരുത്തും കൂടുതലുള്ളവരായിരിക്കും ഇവർ. അസുരഗണത്തിന്റെയും കാർത്തികയുടെയും സ്വഭാവം ഒന്നിച്ചു ചേർന്നാൽ സ്വാഭാവികമായി ശക്തമായ ആന്തരിക ഇച്ഛാശക്തിയുള്ളവരും ഉറച്ച പ്രതിജ്ഞയുള്ളവരും ഇവർക്ക് എന്ത് ചെയ്യണം എന്നത് വ്യക്തമായി അറിയാവുന്നവരുമായിരിക്കും. അതിനാൽ ഇവർ ഒരിക്കലും പിന്നോട്ട് പോകാറില്ല. ഒരിക്കലൊന്ന് തീരുമാനിച്ചാൽ അതിലേക്ക് തന്നെ നീങ്ങുന്നു. സമൂഹം മുഴുവൻ അതിനെ എതിർത്താലും ഇവർ അതേ ലക്ഷ്യത്തെ പിന്തുടരുന്നു. അച്ചടക്കവും കഠിനതയും ഉണ്ടാകും. കാർത്തിക നക്ഷത്രക്കാർക്ക് കൃത്യതയും ചിട്ടയും ഉണ്ടാകും. ഇവർക്കൊരു കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അതിന് പിന്നിലെ കാരണങ്ങൾ ഇവർ കണ്ടെത്തുന്നു. താല്പര്യവും പ്രതിഫലിക്കാനുള്ള ആഗ്രഹവും ഉണ്ടാകും. കാർത്തിക നക്ഷത്രത്തിൽപ്പെട്ടവർ പ്രയത്നശീലികളും അതിനോടുള്ള പ്രതിഫലത്തിന് ആഗ്രഹവുമുള്ളവരായിരിക്കും. അഹങ്കാരമൊന്നുമില്ലെങ്കിലും ഞാൻ ചെയ്തതാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യം ഇവർക്കുണ്ടാകും. ബന്ധങ്ങളിൽ തീവ്രതയുണ്ടാകും. എവിടെയാണെങ്കിലും ബന്ധങ്ങളെ വളരെയധികം ഗൗരവത്തോടെ കാണുന്നു. സ്നേഹമാകട്ടെ, വിദ്വേഷമാകട്ടെ, വളരെ ആഴത്തിലുള്ള സൗഹൃദമാകട്ടെ, എല്ലാത്തിനെയും അവർ ഗൗരവത്തോടെ കാണുന്നു. എന്നാൽ ഒരിക്കൽ വിദ്വേഷമുണ്ടായാൽ അത് ആഴത്തിൽ മനസ്സിലേക്കെടുക്കുന്ന സ്വഭാവം ഉണ്ടാകും. ആത്മാർത്ഥവും പക്ഷപാതരഹിതവുമായിരിക്കും ഇവർ. എന്നാൽ ഒരിക്കൽ മനസ്സിനുള്ളിൽ പ്രത്യക്ഷമായ അസമ്മതം രൂപപ്പെട്ടാൽ അത് പിന്നീട് മാറാൻ വളരെയധികം സമയമെടുക്കും. ദൗത്യബോധമുള്ളവരായിരിക്കും. ഇവർ ചെയ്യുന്നത് ഒരു മിഷൻ എന്ന തോന്നലോടെ മുന്നോട്ട് പോകുന്നു. ജോലി, ബന്ധം, കുടുംബം അതേതാണെങ്കിലും പൂർണ്ണമായ ഉത്തരവാദിത്തം അതിനോട് കാണിക്കുന്നു. ആയില്യം നക്ഷത്രവും അസുരഗണത്തിൽപ്പെട്ട ഒരു ശക്തമായ നക്ഷത്രമാണ്. സർപ്പങ്ങളോട് ബന്ധപ്പെട്ട ഈ നക്ഷത്രം അതിന്റെ മാനസിക തീവ്രതയ്ക്കും രഹസ്യമായ ആലോചനകൾക്കും പ്രശസ്തമാണ്. ജ്യോതിശാസ്ത്രത്തിൽ ഒരിക്കൽ അറിഞ്ഞാൽ മറക്കാനാകാത്ത സ്വഭാവ ഗുണങ്ങളുള്ള ഒരു നക്ഷത്രമായി ഇതിനെ കണക്കാക്കുന്നു. ബുദ്ധിക്ഷമതയും തന്ത്രശാസ്ത്രവും ഇവർക്കുണ്ടാകും. ആയില്യം നക്ഷത്രക്കാർ വളരെ ബുദ്ധിശക്തിയുള്ളവരും വാക്കിലും പ്രവൃത്തിയിലും മനസ്സിലും കൃത്യതയുള്ളവരുമായിരിക്കും. ഇവർക്ക് വിഷമ സാഹചര്യങ്ങളിൽ പോലും എങ്ങനെ രക്ഷപ്പെടാമെന്നത് അത്യന്തം ബുദ്ധിപൂർവമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. മറ്റുള്ളവരെ മനസ്സിലാക്കാനും അവരുടെ ചിന്താ പദ്ധതികളെ വായിക്കാനും ഇവർക്ക് കഴിയുന്നു. ഇവർ പൊതുവെ അന്തർമുഖരായി കാണപ്പെടുന്നു. അതിരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരാണ്. അവരുടെ ഉള്ളറകളിൽ വലിയ വിചാരങ്ങൾ നടക്കുന്നു. പല കാര്യങ്ങളും അവർ തുറന്നു പറയില്ല. ഒപ്പം അഹിതമായ കാര്യങ്ങളിൽ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കാറുമുണ്ട്. ഇവരുടെ ലോകം പൂർണ്ണമായും ഇവർ തന്നെ രൂപീകരിച്ചതായിരിക്കും. തീവ്രമായ വികാരങ്ങൾ ഉള്ളവരാണ്. സ്നേഹിക്കുമ്പോൾ അതിന് തീരാത്ത ആഴമുണ്ടാകും. എന്നാൽ വിദ്വേഷമുണ്ടായാൽ അതിന് അളവുണ്ടാകില്ല. ഈ തീവ്രത ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലും കാണാനാകും. ആത്മസംരക്ഷണ സ്വഭാവമുള്ളവരായിരിക്കും. ഇവർക്ക് ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങളും അപകടമാകാം എന്ന പേടിയുള്ളവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും സ്വയം സംരക്ഷിക്കുന്ന ഒരു സ്വഭാവം കാണിക്കുന്നു. മറ്റുള്ളവരെ എളുപ്പത്തിൽ വിശ്വസിക്കില്ല. ചിന്താശൈലിയും ദർശനബോധവും ഉണ്ടാകും. ഗംഭീരമായ ഒരു ചിന്താശേഷിയായിരിക്കും ഇവരുടേത്. ഗഗനമായ വിഷയങ്ങളെക്കുറിച്ച് തന്റേതായ രീതിയിൽ കാണുകയും അറിയുകയും ചെയ്യുന്നു.
യാന്ത്രികത, ആന്തരിക ബോധം, ആത്മീയത എന്നിവയുമായി ഈ നക്ഷത്രത്തിന് വലിയ രീതിയിൽ ബന്ധമുണ്ട്. അതിനോടൊപ്പം തന്നെ ശകുനബോധം, അകാരണമായ ഭയം എന്നിവയുണ്ടാകും. ചിലപ്പോഴൊക്കെ അവ്യക്തമായ ഭയങ്ങൾ ഇവരെ പിടിച്ചെടുക്കുന്നു. അന്തസ്സിൽ വിഷം സൂക്ഷിക്കൽ, ക്ഷമിക്കാതെ പ്രശ്നങ്ങൾ ഉള്ളിൽ തന്നെ വയ്ക്കുക, ദോഷം ചെയ്തവർക്ക് തിരിച്ചടി കൊടുക്കണമെന്ന ചിന്ത എന്നിവ ഇവർക്ക് വലിയ തോതിൽ ഉണ്ടാകും. ഗണപരമായി അസുരഗണത്തിൽപ്പെട്ട ആയില്യം നക്ഷത്രക്കാർക്ക് ദേവഗണക്കാരോടുള്ള ബന്ധം കുറച്ച് പ്രയാസമായിരിക്കും. കാരണം ഒരാൾ തുറന്ന സ്വഭാവമുള്ളവരും മറ്റൊരാൾ അടഞ്ഞ ചിന്താഗതിയുള്ളവരുമായിരിക്കും. ആയില്യം നക്ഷത്രക്കാരായ അത്യന്തം ബുദ്ധിശക്തിയുള്ളവരും തന്ത്രശാസ്ത്രപരമായി വലിയ രീതിയിലുള്ള തീവ്രതയുള്ളവരുമായിരിക്കും. ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി ഇവർ നീണ്ട രീതിയിലുള്ള കാത്തിരിപ്പിന് തയ്യാറാകുന്നു. മകം നക്ഷത്രവും അസുരഗണത്തിൽപ്പെട്ട ഒരു നക്ഷത്രമാണ്. ഭരണപരമായ സ്വഭാവമുള്ളൊരു നക്ഷത്രമാണിത്. മകത്തിന് രാഹുവിന്റെ ഗ്രഹാധിപത്യം ഉണ്ടായിരിക്കും. അതിന്റെ പിതൃകുല പുരോഗതിയുമായി ബന്ധപ്പെട്ട ശക്തിയും ചേർന്ന് നിൽക്കുന്ന സ്വഭാവവും ജ്യോതിഷത്തിൽ ഇതിനെ വ്യത്യസ്തമാക്കുന്നു. മകം നക്ഷത്രക്കാർ നേതൃത്വ സ്വഭാവമുള്ളവരായിരിക്കും, ആധിപത്യം കാണിക്കുന്നവരായിരിക്കും. മകം നക്ഷത്രക്കാർ ജനിച്ചത് തന്നെ ഒരു നേതാവായി അത്യന്തം ആധിപത്യബോധവും ഏറ്റെടുക്കാനുള്ള താല്പര്യത്തോടും കൂടിയായിരിക്കും. മാർഗനിർദ്ദേശങ്ങളോട് വിശ്വാസമുണ്ടായിരിക്കും. കുടുംബത്തോടും സംഘത്തോടും എവിടെ പോയാലും ഇവർ ആധിപത്യം പുലർത്താൻ ശ്രമിക്കുന്നു. ചെറിയ രീതിയിലുള്ള അഹങ്കാര സ്വഭാവം ഉണ്ടാകും. പൂർവ്വ പുണ്യബലവും പിതൃബാധയും ഉള്ളതിനാൽ ഇവർ തങ്ങൾ സമ്പന്നതയിലേക്ക് അർഹതയുള്ളവരാണ് എന്ന വിശ്വാസം ഉയർന്നു നിൽക്കുന്നവരായി കാണപ്പെടുന്നു. ചിലപ്പോഴൊക്കെ ഇത് അഹങ്കാരത്തിലേക്ക് വഴിമാറാറുമുണ്ട്. മറ്റുള്ളവരെക്കാൾ തങ്ങൾ ഉയർന്നവരാണ് എന്ന തോന്നൽ എപ്പോഴും ഇവരുടെ മനസ്സിലുണ്ടാകും. മനസ്സിന്റെ തീവ്രതയും സമാധാനപരമായ ചിന്താഗതിയും ഉള്ളവരായിരിക്കും. ഇവർ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ആലോചനാപൂർവമായി തീരുമാനങ്ങൾ എടുക്കുന്നു. ഇവർ സ്ഥിരതയുള്ളവരും ദീർഘദർശികളുമായിരിക്കും. ദീർഘകാല ലക്ഷ്യങ്ങളോട് അടിയുറച്ച വിശ്വാസവും ഉണ്ടാകും. ആശയും ആഗ്രഹവും നിറഞ്ഞ ജീവിതമായിരിക്കും. അതായത് മകം നക്ഷത്രക്കാർ ആഗ്രഹങ്ങൾക്കുള്ള ഉപജ്ഞാനത്തോടെ ജീവിക്കുന്നു. ഇവർക്ക് ഭംഗിയും നിലനിൽപ്പും ആഡംബരവും ശ്രദ്ധയും കിട്ടണം. വിരോധങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവരുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. അസുരഗണ സ്വഭാവം മൂലം വിരുദ്ധനെ തകർക്കണമെന്നോ അതിനോട് പകയുള്ളത് തിരിച്ചറിയണമെന്ന ചിന്തയും ശക്തമായിരിക്കും. തങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവരോട് രൂക്ഷതയും അകലെ നിൽക്കാനുള്ള പ്രേരണയും ഉണ്ടാകും. മകം പിതൃനക്ഷത്രത്തിന്റെ പ്രതീകമാണ്. ഇവർക്ക് ഇവരുടെ കുടുംബ പാരമ്പര്യത്തിൽ അഭിമാനവും ഉത്തരവാദിത്വ ബോധവും ഉണ്ടാകും. പിതാക്കന്മാരുടെ പേര് നിലനിർത്താനും കുടുംബമെന്ന സ്ഥാപനം കെട്ടിപ്പടുക്കാനും ഇവർ ശ്രമിക്കുന്നു. ഉയർന്ന അഹംഭാവവും സ്വയം നിലയോട് അമിതമായ ഗൗരവവും കാണിക്കുന്ന ആളുകളായി ഇവരെ കണക്കാക്കാം. ഭരണപരമായി മുന്നേറാൻ, മറ്റാളുകളെ അടിച്ചമർത്താൻ എല്ലാം ഇവർ ശ്രമിക്കുന്നു. ഇവരുടെ ബന്ധങ്ങളിലും വ്യത്യസ്തതയുണ്ടാകും. തങ്ങളുടെ പങ്കാളിയിൽ ആശ്രയബോധം, വിശ്വാസം, ഒപ്പം ആരാധനാബോധം എന്നിവയുണ്ടാകും. അവർ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് വിശ്വസിക്കുന്നു. മകം നക്ഷത്രക്കാർ അസുരഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് തന്നെ ശക്തിയും ശക്തമായ ആഗ്രഹശക്തിയും പുലർത്തുന്നവരായി കാണപ്പെടുന്നു. ചിത്തിര നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെടുന്ന ഒരു നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം സൂര്യന്റേതുപോലെയുള്ള പ്രഭയും ചിത്രകലയും തമ്മിലുള്ള യോജനമാണ്. അതിനാൽ തന്നെ ഈ നക്ഷത്രക്കാർ മനോഹാരിത, സൃഷ്ടിപരമായ കഴിവ്, കരുത്ത്, ആന്തരിക ശക്തി എന്നിവ കൊണ്ട് ശ്രദ്ധേയരായി കാണപ്പെടുന്നു. അസുരഗണത്തിൽപ്പെട്ട ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ സൗന്ദര്യബോധമുള്ളവരും കലാസക്തി ഉള്ളവരുമായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർക്ക് കല, ഡിസൈൻ, ശില്പം, വസ്ത്രം, അലങ്കാരം തുടങ്ങിയവയോടുള്ള ആകർഷണം വളരെയധികമായിരിക്കും. മനോഹാരിതയുണ്ടാക്കാൻ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ട്. സ്വന്തമായി ആലോചിച്ച് പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അസുരഗണ സ്വഭാവമുള്ളവരായിരിക്കും. അതായത് ശക്തിയും ആത്മവിശ്വാസവും ഉണ്ടാകും. ഗണപരമായി നോക്കുമ്പോൾ ഇവർക്ക് ശക്തമായ വ്യക്തിത്വവും ആധിപത്യവും കാണിക്കാനുള്ള താല്പര്യമുണ്ടാകും. ആരെയും എളുപ്പത്തിൽ പരീക്ഷിക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് കഴിയുന്നു. ഇവർക്ക് ആവശ്യമെങ്കിൽ തന്ത്രബുദ്ധിയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഉറച്ച മനസ്സും മൂലാധിഷ്ഠിതയും ഉണ്ടാകും. ഈ നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ചിന്തയും വിശ്വാസങ്ങളും വ്യക്തമാണ്. ഒരിക്കൽ ശരിയെന്ന് വിശ്വസിച്ചാൽ ഇവരതിൽ ഉറച്ചു നിൽക്കുന്നു. അവരുടെ സ്വഭാവം അഴുക്കുള്ളതോ ഇരട്ട മുഖമുള്ളതോ അല്ല. എന്നാൽ ചിലപ്പോഴെല്ലാം അത്ര തുറന്നവരായി തോന്നുകയുമില്ല. വ്യക്തിഗതമായ ജീവിതത്തിൽ നിഗൂഢത്വമുള്ളവരായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർ ഒരേ സമയം വളരെ തുറന്നതും അടച്ചതുമായ സ്വഭാവം കാണിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവരുടെ ജീവിതത്തിന്റെ ചില ഭാഗങ്ങൾ ഇവർ ഉറപ്പായും മറച്ചുപിടിക്കുന്നു. ചിത്തിര നക്ഷത്രക്കാർക്ക് സൃഷ്ടിപരമായ ജോലിയോ ആർട്ടിസ്റ്റിക് രംഗങ്ങളിലോ വൻ നേട്ടമുണ്ടായേക്കാം. ഇവർക്കും അഹങ്കാര സങ്കല്പമുള്ളതായി കാണപ്പെടുന്നു. സ്വന്തം കഴിവ് മറ്റുള്ളവരിൽ നിന്ന് മികച്ചതാണ് എന്ന വിശ്വാസം ഇവർക്കുണ്ടാകും. മറ്റാളുകളുടെ ഉദ്ദേശങ്ങളെക്കുറിച്ച് സംശയമുണ്ടാകും. വളരെ വേഗത്തിൽ തണുക്കാത്ത കോപമുള്ളവരായിരിക്കും. ഒരിക്കൽ പ്രകോപിപ്പിച്ചാൽ നീണ്ട സമയത്തോളം അതിന്റെ പാളിച്ചകൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇവർക്ക് ബന്ധങ്ങളിൽ ഭൗതികം, ഭൗതികം, കലയോടുള്ള താല്പര്യം എന്നീ ഘടകങ്ങളെല്ലാം ആവശ്യമാണ്. സ്നേഹത്തിൽ ഗഹനതയും ആഹ്ലാദവും ഇവർക്ക് ആവശ്യമാണ്. ആത്മവിശ്വാസവും ആകർഷണീയതയുള്ള വ്യക്തിത്വവും ഇവർക്ക് കാണപ്പെടുന്നു. എന്നാൽ ആകസ്മികമായ കോപവും ആഴമുള്ള അകമുഴക്കം നിറഞ്ഞ ധാരണയും ഇവർക്ക് ചെറുതല്ല. വിശാഖം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെടുന്ന ഒരു ശക്തിയുള്ള നക്ഷത്രമാണ്. ദ്വിഗ്രഹാധിപത്യമുള്ള ഒരു നക്ഷത്രമാണ്. ഗുരുവിന്റെയും ശുക്രന്റെയും ആധിപത്യം ഈ നക്ഷത്രക്കാർക്ക് മേളിലുണ്ടാകും. അതിന്റെ ഫലമായി വിശാഖ നക്ഷത്രക്കാർക്ക് ജ്ഞാനം, ആഗ്രഹം എന്നിവ സംയോജനമുള്ളതായിരിക്കും. ലക്ഷ്യത്തിൽ ഉറച്ചവരായിരിക്കും. വിശാഖ നക്ഷത്രക്കാർക്ക് ഒരിക്കൽ ലക്ഷ്യം നിശ്ചയിച്ചാൽ അതിലേക്ക് എത്തിപ്പെടാതെ പോകാൻ കഴിയില്ല എന്ന വിധത്തിൽ അവർക്ക് ആഗ്രഹബലം ഉണ്ടാകും. ഈ വ്യക്തികൾ അഗ്രസീവ് ആകാതെ തന്നെ അഗ്നി പോലെ വിജയത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു.
അസുരഗണത്തിന്റെ സ്വഭാവം ഇവർക്ക് ആഗ്രഹിക്കാൻ പോകുന്ന ശക്തി നൽകുന്നു. ആശയും ആഗ്രഹവും ഉള്ളവരായിരിക്കും. വലിയ ആഗ്രഹങ്ങൾ ജീവിതത്തിൽ ഉള്ളവരായിരിക്കും. പദവി, പ്രശസ്തി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പക്ഷേ ഇത് അതിലേക്ക് എത്തിപ്പെടാൻ വളരെയധികം ശ്രമിക്കുന്നു. കടുത്ത പ്രതിസന്ധികളിൽ പോലും ഇവർ മുന്നോട്ടു പോകുന്നു. മുഖത്ത് കാണുന്ന പ്രശാന്തതയും ചിരിയും ഇവരുടെ മുഖമുദ്രയായിരിക്കും. പക്ഷെ ഉള്ളിൽ ഇവർ ഗഗനമായ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യബോധത്തിനും അടിമകളാണ്. അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രമായ ഇവർ പുറത്തറിയില്ലാത്ത ആന്തരികമായ അഗ്നി വിശാഖ നക്ഷത്രക്കാർക്കുണ്ടാകും. മറ്റുള്ളവരോട് അവകാശബോധമുള്ളവരായിരിക്കും. കൂട്ടായ്മയിൽ ഇവർക്ക് നേതൃത്വവും നിയന്ത്രണവും ഉണ്ടാകും. സ്വന്തം ബന്ധങ്ങളിൽ ആൾത്തൂക്കം പുലർത്താൻ ഇഷ്ടപ്പെടുന്നു. ഇവർക്ക് വേണ്ടിയും മറ്റുള്ളവർക്കും വേണ്ടിയും ചിന്തിക്കണമെന്ന മനോഭാവം ഉള്ളവരാണ്. ജ്ഞാനവും വാഗ്മിതയും ഉണ്ടാകും. വിശാഖ നക്ഷത്രക്കാർക്ക് നല്ല ബുദ്ധിശക്തി ഉള്ളവരും സംസാര കൗശലമുള്ളവരുമായിരിക്കും. പബ്ലിക് സ്പീക്കിംഗ്, ഉപദേശങ്ങൾ, നീതി പറഞ്ഞു കൊടുക്കൽ എന്നിവയിലെല്ലാം ഇവർക്ക് കഴിവുകൾ കാണാം. ഗൗരവമുള്ള ചിന്തകരും സങ്കല്പ ശക്തിയുള്ളവരുമായിരിക്കും. എന്നാൽ ഒരു കാര്യത്തിലേക്ക് മുങ്ങിയാൽ അതിന്റെ അതിരുകൾ അവഗണിക്കുന്ന ഒരു സ്വഭാവം ഇവർക്കുണ്ടാകും. പല കാര്യങ്ങളിലും പരീക്ഷിച്ച് കാണാതെ ഇവർ പിന്തിരിയില്ല. വാക്കിലൂടെ മറ്റുള്ളവരെ കുഴപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകും. വിശാഖ നക്ഷത്രക്കാർക്ക് ഉള്ളിൽ സ്നേഹബലം കൂടുതലായിരിക്കും. എന്നാൽ ഇവർക്ക് മുന്നിൽ സ്വതന്ത്രരായി കാണപ്പെടണം. പൂർണ്ണമായ ആത്മാർത്ഥതയും സ്വാതന്ത്ര്യമുള്ളതുമായ ഒരു ബന്ധമായിരിക്കും ഇവർക്കുള്ളത്. ആശ്രയമായി ഒന്നിനെയും കാണാറില്ല. തൃക്കേട്ട നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെടുന്ന അത്യധികം ശക്തിയുള്ള ഒരു നക്ഷത്രമാണ്. ജ്യേഷ്ഠൻ എന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ മുതിർന്നവൻ എന്ന അർത്ഥം വരുന്ന ഈ നക്ഷത്രക്കാർ പൊതുവെ ഉയർന്ന നിലകളിൽ ചിന്തിക്കുന്ന ആൾക്കാരാണ്. എല്ലാ കാര്യത്തിലും ഉയർന്ന രീതിയിലുള്ള മനോഭാവം ഇവരിൽ ഉണ്ടാകും. ഒരു വിശിഷ്ടതയേറിയ നക്ഷത്രമാണിത്. തൃക്കേട്ട നക്ഷത്രക്കാർ ആധിപത്യ ബോധമുള്ളവരും ആത്മവിശ്വാസ ബോധമുള്ളവരുമായി കാണപ്പെടുന്നു. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ചെറുപ്പത്തിൽ തന്നെ മുതിർന്നവരാണ് എന്ന ചിന്താഗതി ഉണ്ടാകും. മറ്റുള്ളവരെ കുറിച്ച് താഴെയായി കാണുന്ന ഒരു പ്രവണതയും ഇവർക്ക് കാണപ്പെടുന്നു. തങ്ങളുടെ നില, ശക്തി, പ്രാധാന്യം എന്നിവയെ വളരെയധികം വിലമതിക്കുന്നവരാണിവർ. സമർപ്പണ ബോധവും പ്രതികാര ശക്തിയും ഉണ്ടാകും. തൃക്കേട്ട നക്ഷത്രക്കാർ ആഴമുള്ള നിക്ഷിപ്തമായ വാത്സല്യവും വിശ്വാസവുമുള്ളവരാണ്. എന്നാൽ ഇവരുടെ വിശ്വാസം വഞ്ചിക്കപ്പെട്ടാൽ അതിന്റെ പ്രതികരണം വളരെയധികം ശക്തമായിരിക്കും. മനഃശാസ്ത്ര ബോധത്തിന്റെ ഇടനിലക്കാരായി നിലനിൽക്കാൻ ഇവർക്ക് കഴിയുന്നു. ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാനുള്ള കഴിവുകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ തന്ത്രവും നയപരമായ ഇടപാടുകൾക്കും യോജിച്ചവരാണിവർ. അധികാര കേന്ദ്രങ്ങൾ, മാനേജ്മെന്റ്, ദൗത്യ ചുമതലകൾ എന്നിവയിലേക്ക് വളരെയധികം എത്തിപ്പെടാനുള്ള സാധ്യതകൾ കാണപ്പെടുന്നു. വൃശ്ചിക രാശിയുടെയും ആഴത്തിലുള്ള വികാരങ്ങളുടെയും സ്വാധീനം ഇവർക്കുണ്ടാകും. തൃക്കേട്ട നക്ഷത്രം വൃശ്ചിക രാശിയിൽ പെട്ടതായതുകൊണ്ട് ഇവരുടെ ഭാവങ്ങൾ വളരെയധികം ആഴമുള്ളതായിരിക്കും. ഉള്ളിലെ ആലോചനകളും ഉള്ളിലുള്ള വേദനകളും പുറത്തു കാട്ടാതെ താങ്ങി നിർത്തുന്ന ഒരു ശൈലി ഇവർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒറ്റപ്പെട്ട ഒരു ജീവിത പശ്ചാത്തലത്തിലേക്ക് ഇവരെ അത് നയിച്ചേക്കാം. അസഹിഷ്ണുതയും അതിക്രമ ഭാവവും ഉണ്ടാകും. അധികാരം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ കഠിനമായ ഭാഷയും ശക്തമായ പ്രതികരണവും ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം. അഭിപ്രായത്തോടുള്ള പക നീണ്ടകാലം സൂക്ഷിക്കുകയും പിന്നീട് തിരിച്ചടി നൽകുകയും ചെയ്യുന്നു. ബന്ധങ്ങളിലെ സ്വഭാവം ഇവർക്ക് ആത്മാർത്ഥതയും ആഴമുള്ള സ്നേഹബന്ധവും വേണം. ഒപ്പം പക്ഷേ ആത്മവിശ്വാസമുള്ള പങ്കാളികളെ മാത്രമേ ഇവർ ഇഷ്ടപ്പെടുകയുള്ളൂ. തങ്ങളുടെ താല്പര്യങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നവരോട് ഇവർ പൂർണ്ണമായും വിട്ടുനിൽക്കുന്നു. ഇവർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടാൽ വീണ്ടും ബന്ധം പുനരാരംഭിക്കാൻ അത്ര എളുപ്പമല്ല. തൃക്കേട്ട നക്ഷത്രക്കാർ എന്നത് അസുരഗണത്തിൽപ്പെട്ട ആഴമുള്ള ശക്തമായ വ്യക്തിത്വമുള്ളവരാണ് എന്നത് തീർച്ചയാണ്. ഇവർക്ക് ആത്മഗൗരവം, പ്രബുദ്ധത, ആധികാരികമായ നിലപാടുകൾ, ശക്തമായ ആത്മവിശ്വാസം എന്നിവയുണ്ടാകും. മൂലം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെടുന്ന അത്യധികം ശക്തിശാലിയായ അതിമനുഷ്യാനുഭവമുള്ള ഒരു നക്ഷത്രമാണ്. മൂലത്തെ സംസ്കൃതത്തിൽ ഇവർക്ക് പുനർനിർമ്മാണത്തിനുള്ള ശക്തിയുള്ളവരായിരിക്കും. തകർച്ചയിലും വഴി കണ്ടെത്തുന്നവരാണ്. മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും തകർച്ചകളും ഉണ്ടാകും. എന്നാൽ അതിലൂടെ തന്നെയാണ് അവർ വളരുന്നതും. പുനരുദ്ധാരണം ചെയ്യാനുള്ള ശക്തി ഇവരുടെ മുഖ്യധാരയാണ്. അതുകൊണ്ട് തന്നെ തകർന്നുപോയത് എന്താണെങ്കിലും അവർക്ക് പുതുക്കി ഉയർത്തിപ്പണിയാനുള്ള ധൈര്യവും കരുത്തുമുണ്ടാകും. വ്യക്തിത്വത്തിൽ തീവാറുന്ന തീവ്രതയുണ്ടാകും. ഇവർക്കുള്ളിൽ തീവ്രമായ ആഗ്രഹങ്ങളും വികാരങ്ങളും ലക്ഷ്യങ്ങളും ഉരുക്കുപോലെ ഉണ്ടാകും. ഒരേ സമയം ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ശക്തിയും ആകർഷണ ശേഷിയും ഉണ്ടാകും. സ്വാതന്ത്ര്യം, ഉയർച്ച, വിജയം എന്നിവയെക്കുറിച്ച് ഇവർ ഗാഢമായി ചിന്തിക്കുന്നു. മൂലം നക്ഷത്രം വൃശ്ചികത്തിലെ അവസാന ഭാഗത്താണ്. അതിനാൽ തന്നെ അതിന്റെ ശക്തിയും അത്രയധികം തന്നെ ആഴമുള്ളതായിരിക്കും. ഒരു കാര്യം എങ്ങനെ വേണമെന്ന് മനസ്സിലാക്കിയാൽ ആ വഴിയിലൂടെ മറ്റുള്ളവരുടെ വികാരങ്ങൾ പോലും അവഗണിച്ച് ഇവർക്ക് പോകാനാകും. ഇതിൽ അസുരഗണത്തിന്റെ തന്മയത്വമുള്ള അതിക്രമം കാണാം. ലക്ഷ്യത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം കണ്ടാൽ അതിനായി അത്യന്തം പ്രയത്നിക്കാനും ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകുന്നു. നാശം, ബന്ധം എന്നിവയെല്ലാം ഇവർ ഉപഹാരമായി കണക്കാക്കുന്നു. തന്ത്രശാസ്ത്രം, രഹസ്യവിദ്യ, ആന്തരിക ബോധം എന്നിവയുണ്ടാകും. മൂലനക്ഷത്രക്കാർക്ക് ഗഗനമായ ആലോചനയും രഹസ്യാത്മകമായ ജീവിതവും ഇഷ്ടമാണ്. തന്ത്രശാസ്ത്രം, സൈക്കോളജി, ആസ്ട്രോളജി, ഡീപ് റിസർച്ച് തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് താല്പര്യമുണ്ടാകും. അസാധാരണമായ മനസ്സ് ഇവർക്ക് അനുഗ്രഹമായി കാണാം. വികാരാത്മകമായ തകരാറുകൾ ഉണ്ടാകും. സ്നേഹത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആളുകളോടുള്ള വിട്ടുനിൽക്കൽ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആഘാതമുണ്ടാക്കുന്നു. ആത്മാർത്ഥമായതുപോലും ഒഴിവാക്കാനുള്ള പക്ഷപാതവും പ്രതികാര ബോധവും സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി ശക്തമാക്കാനുള്ള ഒരു നീതിബോധവും ഇവർ കാണിക്കുന്നു. മൂലം നക്ഷത്രക്കാർക്ക് ചെറിയ ബന്ധങ്ങൾ ഉണ്ടാകണമെങ്കിൽ പോലും അത് ആഴമുള്ളതായിരിക്കണമെന്ന് നിർബന്ധമുണ്ടാകും. മൂലം നക്ഷത്രക്കാർ അസുരഗണത്തിൽപ്പെട്ടതായതുകൊണ്ട് ശക്തിയും സ്വാതന്ത്ര്യബോധവും ആഴത്തിലുള്ള ചിന്തയും ഉള്ളവരാണ്. ഇവർക്ക് ജീവിതത്തിൽ തകർച്ചയുണ്ടാകും. എന്നാൽ അതിൽ നിന്ന്
നിന്നും പുനർജനിക്കാനുള്ള ശക്തിയും ഉണ്ടാകും. വൈകാരികമായ ഭാരം ഇവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് ഇവരെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാകും. പക്ഷെ ഇവരുടെ ഉള്ളിലെ ആഴം സത്യമുള്ളതായിരിക്കും. നേർത്ത മനസ്സാവില്ല. ഒരിക്കൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ പിന്നീട് പിന്നോട്ട് തിരിയില്ല. അവിട്ടം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെട്ട ഉജ്ജ്വലമായ, ഉദാത്തമായ, അതേസമയം ശക്തിയുള്ള ഒരു വ്യക്തിത്വമുള്ള നക്ഷത്രമാണ്. മകരം മുതൽ കുംഭം വരെ വ്യാപിക്കുന്നതാണ് ഈ നക്ഷത്രം. അതുകൊണ്ട് തന്നെ ശനിയുടെ സ്വാധീനം ഇവർക്കുണ്ടാകും. അസുരഗണത്തിൽപ്പെട്ട അവിട്ടം നക്ഷത്രക്കാർ ധനിഷ്ഠയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നു. സമൃദ്ധിയുടെ ചുവട് പിടിച്ച് നടക്കുന്നവരാകും ഇവർ. എന്നാൽ ഇവരുടെ സമൃദ്ധി ശ്രമത്തിലൂടെയും തികഞ്ഞ പരീക്ഷണങ്ങളിലൂടെയും വരുന്നതാണ്. ഇവരുടെ എക്കാലത്തെയും പാഠം നിന്റെ യുക്തിയും അഹങ്കാരവും തുല്യമാക്കുക എന്നുള്ളതായിരിക്കും. അവിട്ടം നക്ഷത്രക്കാർക്ക് ഉറച്ച ഔദാര്യവും ആത്മവിശ്വാസവും ഉണ്ടാകും. ഒരിക്കൽ ഒരു ദിശയിലേക്ക് പോയാൽ പിന്നോട്ട് തിരിഞ്ഞു നോക്കില്ല. അതായത് അസുരഗണത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ രൂപമാണിത്. അവരുടെ പ്രവർത്തനത്തിൽ ശക്തി, വേഗം, തീരുമാനമെടുക്കുന്ന കഴിവ് എന്നിവ ധൈര്യത്തിന്റെ വിവിധ രൂപങ്ങളായി കാണാൻ കഴിയും. വളരെ ലോജിക്കലായ ആലോചനാ രീതിയും മാനസിക ശക്തിയും ഉണ്ടാകും. അവിട്ടം നക്ഷത്രക്കാർക്ക് സാങ്കേതിക ചിന്താഗതികളും സംവേദനാത്മകതയും ഒരേപോലെ ഉണ്ടാകാറുണ്ട്. കഠിനം, കൃത്യത, തൽപരത, അതിക്രമത്തിന്റെ വഴികൾ എന്നിവ ഇവർക്കുണ്ടാകും. ഇവർക്ക് കൃത്യതയും നിയന്ത്രണവും ഉണ്ടാകും. എന്നാൽ ചിലപ്പോൾ അത് അതിക്രമമായി തോന്നിയേക്കാം. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് പിന്നീട് വളരെയധികം മാനസിക അകലം പാലിക്കുന്നതായി കാണാം. ഇവർക്ക് മേളം, സംഗീതം, കലയോടുള്ള താല്പര്യം എന്നിവയുണ്ടാകും. എല്ലാവരെയും ആകർഷിക്കുന്നവരായിരിക്കും. എന്നാൽ ഉള്ളിൽ പലപ്പോഴും ഒറ്റപ്പെട്ടവരായിരിക്കും. അസുരഗണത്തിന്റെ യുദ്ധമനോഭാവം ഇവർക്കുമുണ്ടാകും. ഇവർക്ക് ആവശ്യമുള്ളത് ആത്മാർത്ഥമായ ഒത്തുചേരലാണ്. പക്ഷെ അതിനു പിന്നിൽ തീരാ നിരീക്ഷണം ഉണ്ടാകും. ബന്ധത്തിൽ ശീതളത, ചൂടുള്ള പ്രതികരണം ഇവരുടെ പ്രത്യേകതകളാണ്. വളരെ ആത്മാർത്ഥമായി ചേർന്നാൽ മാത്രമേ ഇവർ ഹൃദയം തുറക്കൂ. വലിയ സംഘടനകളുടെ നേതൃത്വ സ്ഥാനം, സൈനികത, വ്യവസായം, ശാസ്ത്രം, ടെക്നോളജി എന്നിവയിലെല്ലാം ഉയരം നേടാൻ ഇവർക്ക് കഴിയുന്നതാണ്. അവിട്ടം നക്ഷത്രക്കാർക്ക് അതിരുകളില്ലാതെ ആവേശവും ആധികാരികതയും ഉള്ളതായി കാണപ്പെടുന്നു. ശക്തിയും സ്വാതന്ത്ര്യബോധവും മാനസിക ശക്തിയും ബന്ധങ്ങളിൽ ആകർഷണവും ഇവരുടെ പ്രത്യേകതകളാണ്. ചതയം നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിൽ അസുരഗണത്തിൽപ്പെടുന്ന അത്യന്തം രഹസ്യാത്മകമായ തത്വചിന്താപരമായ ഒരു നക്ഷത്രമാണ്. കുംഭരാശിയിൽപ്പെടുന്നു. ഭരിക്കുന്നത് ശനിയും രാഹു നക്ഷത്രാധിപനുമാണ്. അതിനാൽ തന്നെ ചതയം നക്ഷത്രക്കാർക്ക് ശക്തമായ ആന്തരിക വൈവിധ്യങ്ങൾ ഉണ്ടാവും. ചതയം എന്നതിന്റെ അർത്ഥം ശതഭിക്ഷ എന്നാണ്. അതായത് 100 മരുന്നുകൾ. അതായത് ഇവർക്ക് ആന്തരിക ശക്തിയും ചികിത്സാപരമായ ശക്തിയും ഉണ്ടാകും. അതേസമയം ചിലർ വ്യത്യസ്തമായ നിഗൂഢതയിലേക്കും അടിയന്തരമായ പ്രതികരണങ്ങളിലേക്കും മാറുന്നു. വ്യത്യസ്തതയും തത്വചിന്തയും ഇവർക്കുണ്ടാകും. ചതയം നക്ഷത്രക്കാർ സാധാരണ മനുഷ്യരെക്കാൾ ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. വിശ്വാസങ്ങളും മതവും ആത്മതത്വവും ശാസ്ത്രവും അടങ്ങിയ വിഷയങ്ങളിലെ ചിന്തകളും ഇവർക്ക് പ്രധാനമാണ്. ഇതും അസുരഗുണത്തിന്റെ ഒരു ഭാഗമാണ്. പ്രശ്നങ്ങൾക്ക് പരമ്പരാഗതമായ ഉത്തരങ്ങൾ നൽകാതെ പുതിയ മാർഗം തേടുന്നവർ. ഇവർ പലപ്പോഴും ഒറ്റപ്പെട്ടതായി കാണപ്പെടുന്നു. ഭൗതിക ലോകത്തിൽ പലപ്പോഴും ഞാൻ തന്നെയാണ് ശരി എന്ന ഭാവം ഉള്ളിൽ കൊണ്ടു നടക്കുന്നു. എന്നാൽ പുറമെ അത് കാണിക്കാതെ ശാന്തമായി കാണാം. കഠിനമായ അകത്തുള്ള കലഹങ്ങളും ഇഷ്ടപ്പെടുന്നവരെ പൂർണ്ണമായും വിശ്വസിക്കുന്നവരുമാകും. പക്ഷെ ഒരിക്കൽ തള്ളപ്പെട്ടു കഴിഞ്ഞാൽ ദേഷ്യവും പകയും ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരാണ്. അടിയന്തര പ്രതികരണങ്ങളിൽ വളരെ രഹസ്യപരമായി പ്രതികാരം തീർക്കുന്ന പ്രവണതയും ഇവർക്കുണ്ടാകും. അതാണ് അസുരഗുണ സ്വഭാവം. പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും റിസർച്ച് മേഖലകളിലും ഇവർ അനുയോജ്യരാണ്. ആസ്ട്രോളജി, സൈക്കോളജി, ഹീലിംഗ്, സൈബർ സെക്യൂരിറ്റി, രഹസ്യാന്വേഷണം, ഗവേഷണം, മെഡിക്കൽ ഫീൽഡുകൾ എന്നിവയെല്ലാം ഇവർക്ക് അനുയോജ്യമാണ്. ബന്ധങ്ങളിൽ അടുപ്പം വേണമെങ്കിലും അകലവും പുലർത്തുന്നു. ഇവരുടെ ഏറ്റവും വലിയ സ്വഭാവം ദീർഘകാലമെടുത്ത് ഒരു ബന്ധം വളർത്തും. പക്ഷേ ഭയം കൊണ്ടോ ഭാവിയിലേക്കുള്ള സംശയങ്ങൾ കൊണ്ടോ ഇവർ പൂർണ്ണമായും മനസ്സ് തുറക്കില്ല. ഉള്ളിൽ നിറയെ സ്നേഹമുണ്ടെങ്കിലും അത് കാണിക്കുന്നതിൽ ഇവർ പരാജയപ്പെടാറുണ്ട്. തത്വചിന്തയും ആത്മവിശ്വാസവും ഉണ്ടാകും. രഹസ്യ പ്രതികാരം നടത്താൻ ആഗ്രഹിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ ചിന്തകൾ വായിച്ചെടുക്കാനാകും. ആത്മസംതൃപ്തി ഇല്ലാത്ത ബന്ധങ്ങളിൽ പെട്ടെന്ന് മനസ്സ് തളർന്നു പോകുന്നു. എന്റെ വഴിയാണ് ഞാൻ പോവുക എന്ന സ്വതന്ത്ര മനോഭാവം അധികമായി കാണപ്പെടുന്നു. ചതയം നക്ഷത്രക്കാർ തന്ത്രം, ജ്ഞാനം, രഹസ്യാത്മകത എന്നിവയുടെ എല്ലാം പ്രതിനിധികളാണ്. ഒറ്റപ്പെട്ടതും പരിധികൾ ലംഘിക്കുന്നതുമായ ചിന്തകൾ ഇവരുടെ പ്രത്യേകതകളാണ്. അസുരഗണങ്ങൾ എന്നാൽ ഒരിക്കലും മോശപ്പെട്ട ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവരോ ദുഷ്ടരോ ആയി കണക്കാക്കരുത്. ഇതവരുടെ ചിന്താഗതിയെ മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. അസുരഗണത്തിൽപ്പെട്ടവർക്ക് അവരുടെ വിശ്വാസങ്ങളോടും അവരുടെ സമീപനങ്ങളോടും വലിയ താല്പര്യമായിരിക്കും. അവരുടെ സത്യം അവർക്ക് മാത്രമുള്ളതായിരിക്കും. പക്ഷേ അതിനെതിരെ ആരെങ്കിലും വന്നാൽ ഉറച്ച തീരുമാനങ്ങളായിരിക്കും കൈക്കൊള്ളുക. മറുപടി പറയാനുള്ള ധൈര്യമുള്ളവരായിരിക്കും. അവരെ കുറ്റപ്പെടുത്തിയാൽ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാൽ പിന്തിരിഞ്ഞ് മറുപടി നൽകുന്നവരായി കാണപ്പെടുന്നു. ഭയക്കാതെ വാദിക്കാൻ ശേഷിയുള്ളവരാണ്. ചിലപ്പോഴൊക്കെ ഇത് പ്രശ്നങ്ങളിൽ കൊണ്ടുചെന്ന് ചാടിക്കുകയും ചെയ്യുന്നു. സ്വതന്ത്രമായ മനോഭാവമുള്ളവരായിരിക്കും. ഇവർക്ക് നിയന്ത്രണങ്ങളിൽ ജീവിക്കാൻ കഴിയില്ല. അവരുടെ വഴിയാണ് ശരിയെന്ന് ഇവർ വിശ്വസിക്കുന്നു. അനാവശ്യമായ നിയന്ത്രണങ്ങളോ അടിയന്തരമായ ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഇവരെ പ്രകോപിതരാക്കും.